അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെശയ്യാ പ്രവാചക പുസ്തകം 59 അധ്യായത്തിന്റെ 21 വചനത്തിൽ ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. അവരോട് ചെയ്തിരിക്കുന്ന ഒരു നിയമമുണ്ട്. യഹോവയുടെ അരുളിപ്പാടാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്ന്, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെയാ ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന ഒരു നിയമമുണ്ട്. എന്താ? എൻ്റെ വചനം നിന്റെ നാവിൽ, നിന്റെ സന്തതിയുടെ നാവിൽ, നിന്റെ സന്തതിയുടെ നാവിൽ നിന്ന് നീങ്ങിപ്പോകാത്ത വണ്ണം ആ വചനം അവിടെ നിലനിൽക്കും. ആ വചനം നീ പറയണം. തളർന്നവൻ എഴുന്നേൽക്കും. അനുഗ്രഹിക്കപ്പെടുന്നവരുടെ മേൽ ചൊരിയപ്പെട്ട ദൈവിക ശക്തിയാണിത്. വചനം നമ്മുടെ നാവിൽ തന്നത് ദൈവമാണ്. വചനത്തിന് ജീവനുണ്ടെന്ന്. അത് ചില ബന്ധനങ്ങളെയും കെട്ടുകളെയൊക്കെ പൊട്ടിച്ചു വിടുന്നതാണ് വചനം. പുതിയ ദൈവത്തിന്റെ കൽപ്പനയാണ് നമ്മളുടെ നാവിൽ വെച്ച് തരുന്നത്. ദൈവിക വചനത്തിന്റെ അഭിഷേകത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്നാണ്. കാരണം തരാനിരിക്കുന്ന ദൈവിക നിയമം അത് വചനത്തിന്റെ വെളിപ്പാടാണ്, വചനത്തിന്റെ പ്രവൃത്തിയാണ്. യോഹന്നാൻ സുവിശേഷം 1 അധ്യായത്തിൽ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മുഖാന്തരം ഉളവായി, ഒന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ പ്രകാശത്തിലേക്ക് നയിക്കുന്ന വചനം നമ്മുടെ നാവിൽ ദൈവം തന്നു. അത് ഇരുതല വാളാണ്. ചേതനയിലും സന്ധിമഞ്ചകളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ഹൃദയത്തിൻ്റെതായ ചിന്തനങ്ങളെയും വിടിവിക്കുമാർ കടന്നു ചെന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ആലോചനകളും, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപങ്ങളും, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും, നമ്മുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങളും ദൈവിക വചനത്താൽ വിടിവിക്കപ്പെടും. ഈ വചനം എവിടെ കടന്നു ചെല്ലുമോ അവിടെ വലിയ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. വചനം ആരുടെ അടുത്തേക്ക് കടന്നു ചെന്നോ അവരെ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടാൻ ഇടവരും. വചനത്തിന്റെ അഭിഷേകത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. വചനം നമ്മൾ പ്രഭാതത്തിൽ വായിക്കണം, ഒച്ചത്തിൽ വായിക്കണം. വചനത്തിൽ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി കാത്തിരിക്കണം. ഈ പ്രഭാതത്തിൽ എനിക്ക് കർത്താവേ നിന്റെ ദൈവിക ദൂത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം ജീവന്റെ പുസ്തകമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ ജീവനുണ്ടാകും. വെളിപ്പാട് പുസ്തകം പറയുകയാണ്, ഈ പ്രവചന പുസ്തകത്തിലെ വചനം വായിക്കുന്നവനും കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്. ഈ വചനം വായിക്കുന്നവൻ ഭാഗ്യവാനാണ്, ഈ വചനം അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ്, ഈ വചനം കേൾക്കുന്നവനും ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയും. വചനം എങ്ങോട്ട് കടന്നു ചെല്ലുന്നുവോ അവിടെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അത് തുളച്ചു കയറുന്ന ഒരു അസ്ത്രം പോലെ ആയിരിക്കും അത് കടന്നു ചെല്ലുക. നമ്മുടെ ജീവിതത്തിലേക്ക് വചനം വന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള പാപം വിട്ടുമാറും, നമ്മുടെ കുറവുകൾ വിട്ടുമാറും. ഞാൻ പറയാം, നമ്മുടെ ജീവിതം തന്നെ മാറുന്നത് ദൈവവചനത്തിലൂടെയാണ്. എങ്ങനെ? ആ വചനം ആത്മാവിലൂടെ വെളിപ്പെടണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. കാരണം യേശുവിന്റെ വചനത്തിന്റെ ശക്തി ജീവനായി നമ്മുടെ അകത്ത് വെളിപ്പെടും. ഈ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഈ വചന സന്ദേശം ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരണം. അവിടെ ദൈവപ്രവൃത്തിയായി ക്രിയ ചെയ്യണം. ഭാരങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകണം. ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കണം. യേശുവിന്റെ മഹത്വം കൊണ്ട് നിറയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.